എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി നോക്കാം. ഇതിൽ നമ്മൾ ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.25 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതൊരു 400 ml പാലുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് ബ്രെഡാണ്. വൈറ്റ് ബ്രെഡ് സ്ലൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബ്രൗൺ ബ്രെഡ് നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഒരുപാട് വെറൈറ്റി ഐസ്ക്രീമുകൾ ഇട്ടിട്ടുണ്ട്. ബാക്കി വന്ന ചോറ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെഡ് സ്ലൈസസ് ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു പാല് പാട നീക്കാത്ത നല്ല കട്ടിപ്പാലാണ്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.25 കപ്പ് പാലിന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാകും. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ക്രംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും. ഇനി നമ്മൾ ഈ ഒരു ഐസ്ക്രീമിലേക്ക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ വീട്ടിലും വാനില എസൻസ് കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ വാനില എസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഐസ്ക്രീം നിങ്ങൾക്ക് പല ഫ്ലേവറിലും ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൊക്കോ പൗഡർ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുക്കാനായിട്ട് മാറ്റി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ടിയാകും. അതുപോലെ തന്നെ ഇത് കുറച്ച് തരിതരിപ്പും ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു മിക്സറായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇതുപോലെ തരിതരികളായിട്ട് കിടക്കും. അപ്പോൾ നമ്മളിതൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു ഫ്രീസർ സേഫ് പാത്രത്തിൽ ഇതുപോലെ ആക്കിയിട്ട് നമുക്കിത് ഒരു 8 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ രാത്രിയിൽ വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോൾ റെഡിയാകും. അപ്പോൾ ഇത് ഐസ് ഇതിൻ്റെ മുകളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. വീട്ടിലുള്ള വളരെ ഈസി ആയിട്ട് കിട്ടുന്ന 3 ചേരുവകളാണ് പാല്, ബ്രെഡ്, പഞ്ചസാര. ഇത്രയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ അത് നമുക്ക് ഫ്രീസറിൽ മാറ്റി വെക്കാം. ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ ഫ്രഷ് ക്രീമോ അതുപോലെ മിൽക്ക്മെയ്ഡോ ഒന്നും ചേർക്കാത്ത കാരണം നമ്മൾ ആ ഒരു ക്രീമി പോലെ ഇരിക്കില്ല. കുറച്ച് കട്ടിയായിട്ടാണ് ഉടനെ കിട്ടുക. ഇത് നിങ്ങൾക്ക് ക്രീമി പോലെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ നിന്ന് കുറച്ച് സമയം ഒന്ന് മാറ്റി പുറത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ബ്രെഡ് ചേർക്കുന്നതുകൊണ്ടൊരു പ്രത്യേകം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് എന്ന് കാണിച്ചത്. അതുപോലെ തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് മറ്റൊരു ഈസി ഐസ്ക്രീം, വാനില ഐസ്ക്രീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐസ്ക്രീം റെസിപ്പിയാണുള്ളത്. അതുപോലെ ചോറ് വെച്ചിട്ടുള്ള ഐസ്ക്രീം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്